എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പ്രൗട്ടഡ് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് തോരൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹെൽത്തിയുമായിരിക്കും. ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം നന്നായി കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരരിപ്പ് കൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് ഒരു ദിവസത്തോളം നന്നായിട്ട് മുളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളപ്പിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിൻ്റെ പാകം അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് അടിയിൽ പിടിച്ചു പോവും. അങ്ങനെ ഞാൻ 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുളപ്പിച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.